ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു മിനി ജേണലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഹോം മെയ്ഡ് ഞാനൊരു ജേണൽ ബുക്ക് ഉണ്ടാക്കിയതാണ്. ഫ്രണ്ട് പേജിൽ ഞാനൊരു മഷ്റൂമിൻ്റെ 2 മഷ്റൂം, ഒരു മിനിയും പിന്നെ കുറച്ച് ബിഗ് ആയിട്ടുള്ളൊരു ഇതും പിന്നെ കുറച്ച് ഗ്രാസുമാണ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പേജിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള തിങ്സ് കുറച്ച് വാഷിംഗ് ടാപ്സ് പിന്നെ പക്ഷേ അത് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഫോൺ ഞാനിത് വേറെ രീതിയിലാട്ടോ വെക്കണേ. വീഡിയോ കാണുന്നവർ ഇപ്പം തന്നെ മറക്കണ്ട, നേരെ പോയി സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്തോളൂ കേട്ടോ. ആദ്യം തന്നെ ഞാൻ ജേണൽ ബുക്ക് എടുത്തിട്ടുണ്ട്. ഒരു പേജ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൺ തേച്ച് വെക്കാം. എൻ്റെ ചാനൽ ടിക്സ് കാണിച്ചെടുത്തൊക്കെ ഞാൻ കമൻറ്റ് ചെയ്താൽ അടുത്ത വീഡിയോയ്ക്ക് വരാം കേട്ടോ. ഓക്കെ, അപ്പം ഞാനിതാ ചാനൽ ചെയ്യാൻ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഹോം മെയ്ഡ് ഉണ്ടാക്കിയത് പറഞ്ഞുതരാം. ഇത് നമ്മൾ കിറ്റ് ചെയ്തൂലേ ആ സാധനം കേട്ടോ. ഉദ്ദേശിച്ചതുപോലെ കായെന്ന് പറയാം. വെറുതെ ഒരു മാസ്കിങ് ടാപ്പ് എടുത്തിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുക. കാണാമല്ലോ, എഴുതി കൊടുക്കുക. ഇത് റോളാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബുക്ക് കയറി എടുത്തതാട്ടോ ചട്ട. പിന്നെ ഞാൻ സൈഡ് ഡബിൾ ടാപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കമൻറ്റ് ചെയ്താൽ ഇടാം കേട്ടോ. പിന്നെ സൈഡ് ഡബിൾ ടാപ്പ് ഇതുപോലെ ആദ്യം നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിൽ കുറച്ച് 1 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് കുറച്ച് ലൈൻസ് വരച്ചിട്ട് അതിൽ നിന്ന് മൊത്തം ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിക്കുക. നമുക്ക് ഇൻസുലേഷൻ ടാപ്പോ അല്ലെങ്കിൽ ഇതുപോലെ കാർഡ്ബോർഡ് ഒട്ടിക്കുന്ന ടാപ്പ് ഒട്ടിക്കുക. അപ്പുറം ഇപ്പുറം ഒട്ടിക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേറെ ഇൻസുലേഷൻ ടാപ്പ് എടുത്തിട്ട് അത് 3 തരമാക്കി മടക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഇത് നീളത്തിൽ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അത് റോളാക്കുക. അപ്പോൾ ഇത്രയും കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഹോം മെയ്ഡ് കുറച്ച് വാഷിംഗ് ടാപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇൻസുലേഷൻ ടാപ്പ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സൈഡ് ഡബിൾ ടാപ്പ് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ബാക്കി വന്ന സാധനം അത് ജേണൽ ചെയ്യാനെടുത്തു, റോളാക്കി. പിന്നെ കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ കേട്ടോ, ചെയ്ത് കഴിയാറായിട്ടുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് അതിൻ്റെ സ്റ്റിക്കേഴ്സ് ഒരു വട്ടാക്കിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യം വരുമ്പോൾ എടുത്തിട്ട് ചിത്രം വരച്ചിട്ട് ഒട്ടിക്കാൻ. പിന്നെ ഞാൻ ഒരു റെഡ് സ്കെച്ചും ബാക്കി മൊത്തം ഇങ്ങനത്തെ കുറേ ബ്രഷ് പെൻസും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നേരെ ജേണൽ ചെയ്യാൻ തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് വാഷിംഗ് ടാപ്പാണ്. ഞാനൊരു ടുലിപ്സിൻ്റെ വാഷിംഗ് ടാപ്പാണ് എടുക്കുന്നത്. അത് ഞാൻ ഫ്രണ്ട് പേജിൽ ഇത് നീളത്തിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഇപ്പം തന്നെ പോയി ചാനൽ ഫുള്ളും കാണാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ വേറെ വീഡിയോ പോയി കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അത് വെള്ളത്തിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു സ്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ വല്ല ടെക്സ്റ്റിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ കീറിയെടുക്കാം. അപ്പം ഞാനിതൊന്ന് കീറിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഇതുപോലെ കീറിയെടുത്തിട്ട് ഈ 2 സൈഡിലും ഞാനൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്, ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ബാക്കിൽ നമുക്കൊന്ന് പശ തേച്ച് കൊടുക്കാം. തേച്ചതിന് ശേഷം അത് എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതെടുത്തിട്ട് ഇവിടെയും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല വൃത്തിക്ക് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി ഫോളോ ചെയ്യുക. ഇതിൻ്റെ ലാസ്റ്റ് ഞാനൊരു ഇത് കാണിക്കുന്നുണ്ട്. എന്താ പറയുക, നമ്മളെ കൊതുകൊക്കെ വരുന്നതിനും പിന്നെ വീട്ടിൽ നല്ല മണം ഉണ്ടാവണതിനും ഒക്കെപ്പാടെ പറ്റിയുള്ള ഒരു സാധനമാണ്. ഞാൻ വീടിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ എടുക്കുന്നത് ഈ കോമണായി ഉണ്ടാക്കിയ ഇതിൻ്റെ ലാസ്റ്റ് വന്ന കുറച്ച് പീസാണ് എടുക്കുന്നത്. അതിതുപോലെ
ഇതുപോലെ ഒന്ന് ജസ്റ്റ് കീറെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇൻസുലേഷൻ ടാപ്പ് വെച്ച് ഒട്ടിക്കാം. ഇനി ഇൻസുലേഷൻ ടാപ്പിന് ഒരു സ്റ്റാൻഡ് വാങ്ങണമെന്നുണ്ട്. പൈസ സെറ്റായി വരുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വാങ്ങാത്തത്. ഓക്കെ, ഇൻസുലേഷൻ ടാപ്പ് എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കാഴ്ചയൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ നിന്ന് എടുക്കുന്നത് ഇതാട്ടോ. അത് ഞാനിതാ ഈ സൈഡിലും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഞാനിതാ ഈ ഒരു ക്യൂട്ടായിട്ടുള്ളതായിട്ട് കൊടുക്കുന്നത്. ഫോൺ ക്യാമറയ്ക്ക് കുറച്ച് ക്ലിയർ കുറവുണ്ടാവും, ക്ഷമിക്കുക. ഞാൻ 5-ലെത്തിയിട്ടുള്ളൂ. എൻ്റെ ഉമ്മയുടെ ഫോണാണ്. സമയം കിട്ടുന്ന ഇതിൽ ഞാൻ പതുക്കെ എടുക്കുന്നതാണ് കേട്ടോ ഓരോ വീഡിയോകളൊക്കെ. ക്യാമറ ഒക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പൈസ സെറ്റായി വരുന്നുള്ളൂ അല്ലേ. അപ്പം ഞാൻ കുറച്ച് എഴുതിയത് ഒട്ടിക്കുകയാണ്. അത് ഞാൻ ഇവിടെ ഇച്ചിരി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കീറിയിട്ടുണ്ട്. പിന്നെ ഞാനിതുപോലെ കുറച്ച് ഫ്രെയിംസിങ്ങും ഉണ്ട് കേട്ടോ. ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലത്തെ കുറച്ച് ഫ്രെയിംസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആവശ്യം വരുമ്പോൾ നമുക്ക് എടുത്തിട്ട് വരച്ചിട്ട് ഒട്ടിക്കാമല്ലോ അല്ലേ. അപ്പം ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് കളർ സൈഡ് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളൊരു തോട്ട് അതിൽ എഴുതി വെക്കാം. ഞാൻ മൈ സ്വീറ്റ് നോട്ട് ആൻഡ് ലൈഫ് എന്നാണ് കേട്ടോ ഞാൻ തോട്ട് എഴുതി കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ബാക്കിൽ ഗ്ലൂ തേക്കാം. എൻ്റെ ഗ്ലൂ കയ്യാറായിട്ടുണ്ട്, എനിക്ക് വാങ്ങണം കേട്ടോ. ഞാൻ വളരെ മിനി ആയിട്ടുള്ളൊരു ജേർണലാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കിതിൻ്റെ വേറെ തരത്തിലൊക്കെ ചെയ്യാം. ഈ ഫ്രെയിം ഞാനൊന്ന് ഇതുപോലെ കീറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇവിടെയും ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ഗ്രീൻ കളർ എടുത്തിട്ട്, ബ്രഷ് പെന്നാണ്, ഗ്രീൻ കളർ എടുത്തിട്ട് ഗ്രീൻ കളർ ഞാൻ എടുക്കുന്നില്ല കേട്ടോ, കാരണം കഴിഞ്ഞ ജേർണൽ ഞാൻ അതാ ചെയ്തത്. അപ്പോൾ ഞാൻ റെഡ് കളർ തന്നെ ചൂസ് ചെയ്തു. ഇതുപോലെ സൈഡിൽ ഇങ്ങനെ ഒരു വരട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ നിറച്ച് ലീവ്സ് വരച്ചു കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയിൽ വരച്ചു കൊടുക്കാം. അർജം വരച്ചാൽ കുഴപ്പമൊന്നുമില്ല. വേറെ ചാനലിൽ വീഡിയോ ഇടാൻ പറയുന്നുണ്ടായിരുന്നു, അതിൻ്റെ അടുത്തില്ല കേട്ടോ. അപ്പം അതിന് കിട്ടിയിട്ട് ഞാൻ ഇടാൻ നോക്കാം കേട്ടോ. പിന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗപ്പെടും. നിങ്ങൾക്ക് കാണാനുണ്ടാവില്ല അല്ലേ, ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് ഫുള്ളായി കാണിക്കാം, അല്ലെങ്കിൽ ഞാൻ പൊടിച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ ലീവ്സ് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ലീവ്സ് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും വരച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു കോല് പോലെ കേട്ടോ വരച്ച് കൊടുക്കുന്നത്. ഓക്കെ, അത് വരയ്ക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ ഞാൻ സ്റ്റാപ്പാറുണ്ട്. പിന്നെ ഇതിൻ്റെ പെട്ടിയാണ്, പക്ഷെ ഞാൻ അതിലെടുത്ത് വെച്ചിട്ട് നല്ല ഉപയോഗമുള്ളൊരു സാധനം കേട്ടോ. സ്റ്റാമ്പിൽ സെറ്റ് ചെയ്തിട്ട് നല്ല എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ണില്ലേ, ഇപ്പോൾ ഇവിടെ ഞാൻ ഇവിടെയാണ് ഒട്ടിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് കാണും. അപ്പോൾ ആ സാധനം ഒന്ന് എടുക്കട്ടെ, ചേട്ടൊന്നൊന്ന് എടുക്കട്ടെ. ഇതുപോലെ കുറേ വട്ടങ്ങൾ ബ്രൗൺ അപ്പുറവും ഇപ്പുറവും
ബ്രൗൺ കളർ കൊടുത്തിട്ടുള്ള കുറച്ച് വട്ടങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഞാൻ ഈ ബ്രൗണിൽ റെഡ് വരച്ചതിന് ബ്ലാക്ക് ആയിട്ടല്ലേ വരും. ഞാനിതിലൊരു പിക്ചർ വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ബ്ലാക്ക് വേണ്ട, അപ്പം ഞാൻ ഓറഞ്ച് എടുത്ത് വരച്ചു. അപ്പം നമുക്ക് റെഡ് പോലെയായിട്ട് കിട്ടിയത് കാണുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്കിത് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ജേണൽ കിറ്റ് ചെയ്യാനുള്ള വീഡിയോ എന്നോട് പലരും ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ അതിന് സാഹചര്യം ഉണ്ടാവുമ്പോൾ ഞാൻ ഇടാം കേട്ടോ. എനിക്കില്ല. പിന്നെ ഞാൻ വേറൊരു പിക്ചറും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ഇത് വരച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലും കുറച്ച് ഗ്ലൂ ആക്കുക. പിന്നെ മറ്റേതിൻ്റെ ബാക്കിലും കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് നമുക്കൊന്ന് പറഞ്ഞ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഒന്ന് ഇവിടെ ഒട്ടിച്ചു. നെക്സ്റ്റ് ഇവിടെയും ഒട്ടിച്ചു. ആൻഡ് ഓക്കെ, ഇപ്പം നമ്മുടെ ജേണൽ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തിരി സിമ്പിളായിട്ടുള്ളൊരു ജേണലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അത് തിരിച്ചും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് മുതൽ കാണിച്ചൊന്ന് തരാം കേട്ടോ. ഇത് എനിക്ക് പെട്ടെന്ന് ഞാനൊരു ഗുളികേൻ്റെ ഒരു പൂ പോലെ ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് പെട്ടെന്ന് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു വട്ടം നോക്കിട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് കണ്ണളകുന്ന പോലെ വന്നു. കാണാണ്ടോ? കണ്ടോ? കണ്ണളകുന്നുണ്ടോ? ഇനിയിപ്പോൾ ഈ കണ്ണിങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇപ്പം നോക്കി കേട്ടോ, ശ്രദ്ധിച്ച് നോക്കുക. കണ്ടോ? അതുപോലെ ആക്കിയിട്ട് പിന്നെ കുറച്ച് ഇവിടെ ബ്ലഷ് ഇട്ട പോലെ, പിന്നെ കുറച്ചൊരു വായ, പിന്നെ ഒരു മഷ്റൂം, പിന്നെ ഒരു ക്ലൗഡ്, പിന്നെ ഇവിടെ ഞാൻ എൻ്റെ ഒരു തോട്ട്സ് ഇങ്ങനെ ചുറ്റി എഴുതി കൊടുത്തുട്ടാ. പിന്നെ ഞാൻ ഇവിടെ നിറച്ച് റോസ് ഫ്ലവേഴ്സ് വരച്ചു. പിന്നെ ഞാൻ ഇവിടെ ഒരു തോട്ടം എഴുതി, ഇവിടെ ഹായ് ഹലോ എന്ന് എഴുതി. പിന്നെ ഇവിടെ ഒരു കവായി ഗള്ളി ഒട്ടിച്ചു, ഇവിടെ ഒരു ഒട്ടിച്ചു. പിന്നെ ഇവിടെ വാഷിംഗ് ടാപ്പ് ഒട്ടിച്ചു, പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ചു. പിന്നെ അത്രയേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് പേജിൽ. പിന്നെ ഞാൻ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചു, ഇവിടെ വാഷിംഗ് ടാപ്പ്, ഇവിടെ ഒരു ബ്രൗൺ പേപ്പർ ഒട്ടിച്ചു, പിന്നെ വാഷിംഗ് ടാപ്പ്, ഇവിടെ സ്റ്റിക്കർ, പിന്നെ ഇവിടെ ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കർ അങ്ങനെ ഇവിടെ ഒട്ടിച്ചു. നെക്സ്റ്റ് പേജ് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്തതാണ്, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇവിടെ ഫസ്റ്റ് ഒരു വാഷിംഗ് ടാപ്പ് കൊടുത്തു. ഇത് ഞാൻ ഉണ്ടാക്കിയ ബ്രൗൺ പേപ്പറിൻ്റെ ബാക്കി. പിന്നെ ഇത് ഇവിടെ ഇത് കൊടുത്തു. പിന്നെ ഒരു ഫ്ലവർ എൻ്റെ ബാക്കി പടി ഇത് കൊടുത്തു. പിന്നെ ഇവിടെ പിന്നെ ഒരു ഫ്ലവർ വരച്ചു. പിന്നെ ഞാൻ ഒരു സ്വീറ്റ് ലൈഫ് ആൻഡ് ക്യൂട്ട് ലൈഫ് ബൈ മിന്നൂന്നും കൊടുത്തു, എൻ്റെ പേര് കൊടുത്തു. പിന്നെ ഒരു ഇത് കൊടുത്തു, ഒരു തോട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കർ, പിന്നെ ഇങ്ങനെ ഒരു വാഷിംഗ് ടാപ്പ് ഒട്ടിച്ചു. പിന്നെ ഇവിടെ ഞാൻ തീയോട്ടൊക്കെ ചെയ്ത് അതൊക്കെ ഒട്ടിച്ചു. പിന്നെ ഇവിടെ ഒരു തോട്ട എഴുതി. പിന്നെ ഇവിടെ ഒരു ബ്രൗൺ പേപ്പറോട്ട് ചെയ്തു. പിന്നെ ഇവിടെ ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കർ ഒട്ടിച്ചു. പിന്നെ ഒരു ഗ്രീനോട്ട് ഞാൻ ചെയ്ത് പറഞ്ഞില്ലേ, അത് ഇവിടെ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞാനിതിന് പകുതി ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷിംഗ് ടാപ്പ്, ഇവിടെ വാഷിംഗ് ടാപ്പ്. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു പേജ് ചെയ്തിരുന്നത്. നല്ല ടഫാണ്, നല്ല രസമാട്ടോ കാണാൻ. പിന്നെ ഇത് ഞാൻ കുറച്ച് പണിയില്ല എന്നല്ല ഉണ്ട്. ഇവിടെ വാഷിംഗ് ടാപ്പ്, പിന്നെ ഇവിടെയും വാഷിംഗ് ടാപ്പ്. പിന്നെ ഞാൻ ഒരു തോട്ട എഴുതിയിട്ട് കീറിയിട്ട് അവിടെയും ഇവിടെ ഒട്ടിച്ചു. പിന്നെ ഇവിടെ ഒരു തോട്ട എഴുതി. പിന്നെ കുറച്ച് കവായി ബ്രൗൺ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു. പിന്നെ ഇവിടെ ഞാൻ വലിയൊരു തോട്ട എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ചെയ്തതും കാണിച്ചു തരാം. പിന്നെ കുറച്ച് സിമ്പിളായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പിന്നെ പോവാനാവണേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ പറഞ്ഞാൽ പറ്റിയ സാധനം ഞാൻ പറഞ്ഞില്ലേ, വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു ഇത് കാണിക്കാതെ പോയാൽ മോശമല്ലേ. ഞാൻ ആ സാധനം എടുത്തിട്ട് വരാം. വേറെ ഒന്നും അല്ല കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, പലരും കാണാത്തതാണ്. ഇവിടെയൊക്കെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പെട്ടി കീറിയിട്ടുണ്ട്. റോസിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, കൊതുകിനെ കളയാനും ഇതുപോലത്തെ ഒരു കൂണ് വരും. അതിൻ്റെ ഇപ്പോൾ ഒരു പ്ലേറ്റും കിട്ടും. ഉള്ളിൽ ഇതുപോലെ പാക്കറ്റ് വരും, സെറ്റായിട്ട് വരും. പലതരം കളറും ഉണ്ടാവും, നിറയെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ റോസ് ഫ്ലേവർ എടുത്തിട്ടുള്ള ഒരു റെഡ് പോലത്തെ ഒരു കളറും, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സാധനം കിട്ടും. ഇത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഈ സാധനം വയ്ക്കുക.
എന്നിട്ട് കത്തും എന്നിട്ട് താനൊക്കെ ഇടും, എന്നിട്ട് പുക വരാൻ തുടങ്ങും. നല്ല സ്മെല്ലുമാണ്. പിന്നെ ഇതിൻ്റെ ഈ പൊടി കയ്യുമ്മക്കായ ഇൻഫെക്ഷൻ വരാൻ തന്നെ സാധ്യതയുണ്ട്. അപ്പോൾ കൊച്ചു കുട്ടികളുടെ കയ്യിൽ 3 വയസ്സിനുള്ള മുകളിലെ കുട്ടികളുടെ കൈ കൊടുക്കാൻ ശ്രദ്ധിക്കാം. 3 വയസ്സിന് അടിയിലുള്ള കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എൻ്റെ ടാറ്റ.